അല്പസമയം കൂടി ഒന്ന് സേവ് ചെയ്ത് ആരും ഇപ്പോൾ എഴുന്നേക്കട്ട. വെളിച്ചപ്പാട് കൊട്ടിൽ പ്രവേശിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. എവിടെ നടക്കണം?
ചിക്കര കുട്ടികളുടെ ഖണ്ഡനാളങ്ങളിൽ നിന്ന് ഉയരുന്ന ദേവീ ശരണമന്ത്രധ്വനികളാൽ ഭക്തിസാന്ദ്രമാർന്ന അന്തരീക്ഷത്തിൽ ചിക്കരക്കുട്ടിക്കൽ കൂട്ടക്കള മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങുകൾ ആരംഭിക്കുവാൻ പോവുകയാണ്. ചിക്കരക്കുട്ടികളെ കൊണ്ട് ചക്കരക്കുടത്തിൽ കൈയിടിക്കുന്ന ചടങ്ങ് പടിഞ്ഞാറ് വശം നിൽക്കുന്ന പ്രത്യേകങ്ങളും ശ്രദ്ധിക്കുക. ആ വഴി അത് പുറത്തേക്കുള്ള വഴിയാണ്, വഴിയൊന്ന് ഇട്ടുകൊടുക്കേണ്ടതാണ്. ആ വഴിയിൽ നിൽക്കുന്ന പ്രത്യേകങ്ങൾ ആ ബാരിക്കേഡിനുള്ളിൽ നിന്ന് പുറത്തേക്ക് മാറിക്കൊടുക്കുക. പടിഞ്ഞാറ് വശം നിൽക്കുന്ന പ്രത്യേകങ്ങൾ വാളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കും. എല്ലാവരും സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ മാറി ഇരുന്ന് കൊടുക്കുക. പുറത്തേക്ക് ചക്കരക്കുടത്തിൽ കൈയിട്ടതിന് ശേഷം പുറത്തേക്ക് പോകുന്ന വഴിയാണ് ആ വഴി. പടിഞ്ഞാറ് വശത്തുള്ള വഴിയിൽ നിൽക്കുന്ന ഭക്ഷ്യങ്ങൾ മാറി നിന്ന് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഭക്ഷ്യങ്ങൾ കുറേക്കുണ്ട്, അവിടെ തന്നെ ഇരുന്നാൽ മതി. പെട്ടെന്ന് എഴുന്നേറ്റ് തിരക്കം കൂട്ടി നമ്മുടെ മക്കളെ വേദനിപ്പിക്കരുത്, തിരക്കിൽപ്പെടുത്തരുത്. ഇരുന്നിട്ട് പറഞ്ഞോ. അതുപോലെ അടിക്കാൻ പറ്റുമോ? അടിക്കാൻ പറ്റുമോ? അപ്പൊ ഇരുന്നോ. ഇവിടെ നിൽക്കുന്ന ഇച്ചിരി വയലുണ്ട്. ഇവിടെ കിഴക്കുവശം നിൽക്കുന്ന പ്രചാരണങ്ങളും ശ്രദ്ധിക്കുക. തെക്കുവശത്തുള്ള വഴിയിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. കൊടിയേറ്റിന്റെ അടുത്ത ദിവസം നമ്മൾ ചിക്കരക്കുട്ടികളെ കൊണ്ട് ചക്കരക്കുടത്തിൽ ചക്കര നിക്ഷേപിക്കുകയും ആ കുടം ചിക്കരക്കൊട്ടിലിൽ സൂക്ഷിക്കുകയും എല്ലാ ദിവസവും പഞ്ചാലങ്കാര ക്രിയകളും മറ്റു ബലിപൂജകളും ചെയ്ത് 7-ാം ദിവസമായ ചിക്കരക്കൊട്ടിക്കൽ കൂട്ടക്കള ദിവസം പൂജകൾക്ക് ശേഷം പുറത്തെടുത്ത് കുട്ടികളെ കൊണ്ട് ആ കുടത്തിൽ നിന്നും അന്ന് നിക്ഷേപിച്ച ചക്കര എടുത്തു തരുവാനായി ആവശ്യപ്പെടുന്നു. കുട്ടികൾ തീർത്ഥമൊഴിച്ചു വെച്ച ചക്കര ലയിച്ചു മാറുകയും കുട്ടികൾ ചക്കര എടുക്കുവാനായി കുടത്തിൽ കൈയിടുമ്പോൾ ചക്കര കിട്ടാതെ വരികയും വെളിച്ചപ്പാട് കുട്ടികളെ ഈർക്കിൽ കൊണ്ട് മൃദുവായി തലോടുകയും ചെയ്യുന്നു. ഇതോടുകൂടി കുട്ടികളുടെ ഭാരാരിഷ്ടതകളും മുജ്ജന്മ പാപങ്ങളും എല്ലാം തീരുമെന്നാണ് ഐതിഹ്യം. ദേവി എല്ലാ പ്രത്യേകങ്ങളും ശ്രദ്ധിക്കുക. ഇവിടെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കിഴക്കുന്ന തെക്കുവശത്തുള്ള വഴിയിലൂടെ വേണം അകത്തേക്ക് പ്രവേശിച്ച് പടിഞ്ഞാറ് വഴിയിലൂടെ നേരെ പുറത്തേക്ക് പോകാം. ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ വടക്ക് വശത്ത് എച്ച് അമ്പലത്തിന് സമീപത്ത് നിന്നുള്ള വഴി, ആ വഴിയിലൂടെ അകത്തോട് പ്രവേശിച്ച് കിഴക്കോട്ട് ഭക്തജനങ്ങൾക്ക് പോകാവുന്നതാണ്. ഇങ്ങനെ 2 വഴിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇടയ്ക്കിരിക്കുന്ന ഭക്തജനങ്ങൾ അവിടെ തന്നെ ഇരുന്നാൽ മതി. ഇപ്പോൾ ആദ്യം തിക്കും തിരക്കും കൂട്ടി നമ്മുടെ കൊച്ചു മക്കളെ ഈ തിക്കും തിരക്കിലും കൊണ്ടുവന്ന് വേദനപ്പെടുത്തേണ്ട, അവരവിടെ ഇരുന്നോട്ടെ. ഈ ആദ്യത്തെ തിരക്ക് കഴിഞ്ഞാൽ എല്ലാവർക്കും ശാന്തമായി സമാധാനമായി ഈ ചടങ്ങിൽ പങ്കെടുക്കാം. എല്ലാ കുട്ടികൾക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. കൈടുന്ന കുട്ടിയും അവസാനം കൈടുന്ന കുട്ടിയും ദേവിക്ക് തുല്യമാണ്. എല്ലാവരും തുല്യരായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ആരും തിരക്കും കൂട്ടുന്ന കുട്ടികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉളവാക്കുന്ന ഇവിടെ ഇരിച്ചിരിക്കുന്ന ബാരിക്കേഡ് തോണ്ട് കയറുന്നു. അത് ദയവ് ചെയ്ത് അങ്ങനെ കുട്ടികളെ പ്രേരിപ്പിക്കാതെ
നേരായ ഒരുക്കിയിരിക്കുന്ന വഴിയിലൂടെ തന്നെ പ്രവേശിക്കുക. ഇടയ്ക്ക് റോഡ് കയറി അവര് കള്ളത്തരം പഠിപ്പിക്കുന്ന നേരെ ഒരുക്കിയിരിക്കുന്ന വഴികളിലൂടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ അവിടെ നിങ്ങൾ ഇവരെ വന്ന് വിട്ടോട് ഇട്ടോ വെച്ചാൽ പോലെ ശ്രദ്ധിക്കുക. വലത് കൈയാണ് ചക്രക്കുടത്തിൽ ഇടേണ്ടത്. കുട്ടികളെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്ന് പറഞ്ഞ് വലത് കൈ കാണിച്ചു കൊടുക്കേണ്ടതാണ്. വലത് കൈ ചക്രക്കുടത്തിലിടുവാൻ എല്ലാ പ്രത്യേകങ്ങളിലും ഇത്തരം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ലൈനായിട്ട് വന്നേ ചേട്ടാ ലൈനാക്കണ ഈ പ്രശ്നമാണ്. മാറിക്കോ മാറിക്കോ ശിഖരകെട്ടിക്കുന്ന ഭക്തകർത്താക്കൾ ശ്രദ്ധിക്കുക. ഇവിടെ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണത്തോടെ ഒരു സഹകരിച്ച് എല്ലാ ശിഖരക്കുട്ടികളും ചക്കരക്കുടത്തിൽ കൈയിടുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. തെക്ക് വശത്തുള്ള ക്യൂവിലൂടെ വേണം അകത്തേക്ക് പ്രവേശിക്കുവാൻ. അതിനുശേഷം ശിഖരക്കുട്ടികളെ കൊണ്ട് കൈയിട്ടതിനു ശേഷം പടിഞ്ഞാറവശമുള്ള വഴിയിലോട്ട് പുറത്തേക്ക് പോകുക. ഒരു കുട്ടിയുടെ കൂടെ ഒരു രക്ഷകർത്താവ് മാത്രം ഉണ്ടാകാവുള്ളൂ. രക്ഷകർത്താക്കൾ ഒത്തിരി പേര് കയറിയാൽ ഇവിടെ തിരക്ക് കൂടുന്നതിനാൽ സജ്ജീകരണങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒരു കുട്ടിയുടെ കൂടെ ഒരു രക്ഷകർത്താവ് മാത്രം കയറുവാൻ ശ്രദ്ധിക്കുക. വലത് കൈ ചക്രക്കടത്തിലിടുവാൻ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക. ആദിത്യ ബിജു, അഭിജിത്ത് ബിജു